ഹായ് ഗൈസ്, നമ്മളിന്ന് കാണാൻ പോകുന്നത് നമ്മുടെ ജീസസ് എന്ന് പറഞ്ഞ നമ്മുടെ ഗോഡ്, അതെന്ന് വെച്ചാൽ നമ്മുടെ ജീസസ് ദ റിയൽ ഗോഡ് ഓഫ് ദി വേൾഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീസസിന്റെ ഒറിജിൻസ് ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ആദ്യമേ നമ്മുടെ ഹെവനിൽ നിന്ന് ജീസസിനെ നമ്മുടെ യാവേ, അതായത് നമ്മുടെ യഹോവ ദൈവം വിടുകയാണ്. അപ്പൊ നമ്മുടെ ജീസസ് നമ്മുടെ ഈ ലോകത്തിലേക്ക് മറിയമ്മിന്റെ വയറ്റിൽ പിറക്കുകയാണ്. അതിനുശേഷം മറിയം കല്യാണം കഴിക്കുകയാണ് ജോസഫിനെ. അതിനുശേഷം ജോസഫും മറിയമ്മൂനും മകനായി പിറക്കുന്നു നമ്മുടെ യേശപ്പച്ചൻ. അപ്പൊ ജീസസ് എന്ന് പറഞ്ഞ നമ്മുടെ യേശപ്പച്ചൻ പിറക്കുകയാണ്. അതാവത് പറഞ്ഞാൽ ലോകത്തിന്റെ മേശിയാവായ ജീസസ്, അതാവത് പറഞ്ഞാൽ ഇമ്മാനുവേൽ ആയ ജീസസ്, നമ്മുടെ എല്ലാം ജീസസ് ആണ്. ഇമ്മാനുവേൽ ജീസസ് ആണ്, എല്ലാം മേശിയാവും നമ്മുടെ ജീസസ് ആണ്, എല്ലാം ജീസസ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ജീസസിന്റെ ഒറിജിൻസ് ഒക്കെയാണ് നമ്മളിത് കാണാൻ പോകുന്നത്. ആദ്യമേ തുടക്കത്തിൽ തന്നെ നമ്മുടെ യേശപ്പച്ചൻ പിറക്കുന്നതാണ് കാണുന്നത്. ആരും മറിയമ്മിനെ ആകട്ടെ ജോസഫിനെ ആകട്ടെ യേശപ്പച്ചനെ ആരും വീട്ടിൽ കയറ്റുന്നില്ല. അവസാനം ഒരു മാട്ടിൻ തുരുത്തിൽ അവിടെ പോയി നമ്മുടെ യേശപ്പച്ചനെ പ്രസവിക്കുകയാണ്. അതിനുശേഷം അവിടെ വെച്ച് നമ്മുടെ യേശപ്പച്ചനെ പ്രസവിക്കുകയാണ് ഗൈസ്. അതിനുശേഷം നമ്മുടെ ജീസസിനെ പ്രസവിച്ചതിന് ശേഷം ജീസസ് വളരുന്നു. പിന്നെ ജീസസ് ഒരു സ്ഥലത്ത് കാണാതാകുന്നു. വരുമ്പോൾ പ്രസംഗം ചെയ്യുന്നവർക്ക് തന്നെ പ്രസംഗം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കൊച്ചു പ്രായത്തിൽ തന്നെ. അതായത് നമ്മുടെ യേശപ്പച്ചൻ, നമ്മുടെ ജീസസ് അങ്ങനെ കൊച്ചു പ്രായത്തിൽ തന്നെ ഇത്രയും ചെയ്തത് നമ്മുടെ ജീസസ് ആണെങ്കിൽ പിന്നെ വലുതായിട്ട് കുറെ മിറാക്കിൾസ് ചെയ്യുന്നു. ജീസസ് ചെയ്ത മിറാക്കിൾസ് ഒക്കെ പറഞ്ഞാൽ നേരം വെളുക്കും മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച ഒരു മിറാക്കിൾ. എന്നിട്ട് വയ്യാത്തവരെ എഴുന്നേൽപ്പിച്ചു. 5000 പേരെ 2 അപ്പവും 5 മീനും കൊണ്ട് പോഷിപ്പിച്ചു. അതില് മൂന്നാല് ബോക്സ് നിറച്ചും ബാക്കി വന്നെന്നാണ് പറയുന്നത്. അത്രയും വലിയൊരു മിറാക്കിളാണ് നമ്മുടെ ജീസസിൽ നിന്ന് കാണുന്നത്. അങ്ങനെ ജീസസിൽ നിന്ന് കാണുന്ന ഇത്തരം സംഭവങ്ങൾ. അതിനുശേഷം ജീസസിനെ കാട്ടിക്കൊടുക്കുന്നു സ്വന്തം ശിഷ്യൻ. ചതി കാണിക്കുന്നു. ദൈവം പറഞ്ഞിരുന്നു ആദ്യമേ നീ തന്നെ കാണിക്കുമെന്ന്. അതേപോലെ തന്നെ അവൻ വന്ന് കാണിക്കുന്നു. പക്ഷെ അവൻ അറിഞ്ഞില്ല യേശപ്പച്ചൻ അവന്മാരെ കൊല്ലാനാണ് ചോദിക്കുന്നതെന്ന്. പക്ഷേ റോമൻസ് ആണെങ്കിൽ നമ്മുടെ യേശപ്പച്ചനെ പിടിച്ചുകൊണ്ട് പോവുകയാണ്, കാണിച്ചു കൊടുക്കുകയാണ്. യേശപ്പച്ചനാണ് ഇതാണ് യേശപ്പച്ചൻ ഉമ്മ കൊടുത്ത് കാണിക്കുകയാണ്. ഗൈസ്, വലിയൊരു ചതിയാണ് ആ യൂദാസ് കാരിയോത്ത് കാണിക്കുന്നത്. സ്വന്തം ഒരു ശിഷ്യനാണ് കാണിച്ചത്. അതിനുശേഷം വലിയത് കാണിക്കുന്നത്. അതിനുശേഷം നമ്മുടെ യേശപ്പച്ചൻ മരിക്കുകയാണ്. അതിനുശേഷം മരിച്ചതിന് ശേഷം നമ്മുടെ യേശപ്പച്ചൻ പിന്നെ 3 ദിവസം കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽക്കുകയാണ്. അതിനു മുന്നേ എല്ലാവരും വന്ന് കാത്തിരിക്കുന്നതല്ല, എല്ലാവരും വന്ന് വെളിയിൽ നിൽക്കുകയാണ്. യേശപ്പച്ചൻ എല്ലാ ദിവസവും വന്ന് അവിടെ നിന്ന് യേശപ്പച്ചനെ കണ്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ അതിനുശേഷം വന്നപ്പോൾ ദൈവദൂതന്മാരെ കണ്ടു. അവിടെ യേശപ്പച്ചന്റെ ശരീരമില്ലായിരുന്നു. അതിനുശേഷം യേശപ്പച്ചൻ എങ്ങോട്ട് പോയെന്നിരിക്കുമ്പോഴാണ് അവരെല്ലാരും പറഞ്ഞു, നിങ്ങൾ തേടുന്ന യേശു ഇതാ പോയിരിക്കുന്നു. അവൻ സ്വർഗത്തിലേക്ക് പോയിരിക്കുന്നു, ഉയർത്തെഴുന്നേൽക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം ജീസസ് 3 ദിവസം പാരഡൈസിൽ പോകുന്നു. പാരഡൈസിൽ പോകുന്നു. അത് മാത്രമല്ല മറ്റേ നരകത്തിൽ ഹെല്ലിലും പോകുന്നു. പിന്നെ അതിനുശേഷം 3 ദിവസം അങ്ങനെ പോയി അവരൊക്കെ പ്രസംഗിച്ചിട്ടൊക്കെ വന്നിട്ട് നമ്മുടെ യേശപ്പച്ചനാണെങ്കിൽ 40 ദിവസം വീണ്ടും ലോകത്തിൽ വരികയാണ്. വീണ്ടും 40 ദിവസം മനുഷ്യനായി തന്നെ വന്ന് ജീവിച്ച് എല്ലാവരുടെയും കൂടി ഇരുന്നു. ആദ്യം സ്വന്തം ശിഷ്യൻ വിശ്വസിക്കുന്നില്ല നമ്മുടെ യേശപ്പച്ചൻ ഒരുത്തനെ പറ്റൂന്ന്. പക്ഷെ യേശപ്പച്ചൻ വന്നു. യേശപ്പച്ചന്റെ കൈകൾ തുളയിലിട്ട് നോക്കിയിട്ടാണ് അവന് മനസ്സിലായത് യേശപ്പച്ചനാണെന്ന്. അതിനുശേഷം അങ്ങനെ വലിയൊരു ഇതുണ്ടായി. നമ്മുടെ യേശപ്പച്ചൻ അത്ര മിറാക്കിളാണ്, ഉയർത്തെഴുന്നേറ്റൊരു ദൈവമാണ്. യേശപ്പച്ചനെ പോലെ യേശപ്പച്ചനെ പോലെ വേറെ ആരുമില്ല. നമ്മുടെ യേശപ്പച്ചനാണ് റിയൽ ഗോഡ് ഗൈസ്. യേശപ്പച്ചൻ നല്ല ഗോഡാണ്. യേശപ്പച്ചനെ വിശ്വസിക്കുക. ദ റിയൽ, ദ വൺനെസ് ഓഫ് ദ ഗോഡ്, ദ വൺ ഗോഡ് ഈസ് ജീസസ്.
where Jesus is the real God and Jesus is the powerful God.